അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഹാഫായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതന്നെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ഒരു 30 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്ന വീഡിയോ. അതൊക്കെ വെട്ടി കുറേ സ്പീഡൊക്കെ ആക്കിയിട്ടാണ് ഇത്രയെങ്കിലും ആക്കിയിട്ട്. അതിനും ലോങ് ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഡേ ഇൻ മൈ ലൈഫോ അല്ലാതെ വേറെ എന്തെങ്കിലും അങ്ങനത്തതൊന്നും എനിക്ക് എടുക്കാറില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷോർട്സ് എടുക്കുന്ന പോലെ അങ്ങനെ ലോങ് വീഡിയോസൊക്കെ എങ്ങനെ എടുക്കുക, എങ്ങനെ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എങ്ങനെയൊന്നും ഒരു ABCD അറിയില്ല. അപ്പം ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാകും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തെന്നുള്ളൂ, അല്ലാതെ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് മഴ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വേണ്ടിയാന്ന്, നമ്മുടെ കേരളത്തിലുണ്ടായൊരു സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വയനാട്ടിൽ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ഒരുപാട് സങ്കടമുണ്ട്. എനിക്കെന്നല്ല, എല്ലാവർക്കും, നമ്മുടെ കേരളക്കരയിലെ എല്ലാവർക്കും ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ സഹായിക്കുക കേട്ടോ. ഇനി 10 രൂപയാണെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ അവരെ സഹായിക്കുക. കാരണം അത് നമുക്കാണ് അവസ്ഥ വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഇട്ടുകൊടുത്ത ഡ്രസ്സിനാലെ ഓടിപ്പോയ ആൾക്കാരാണ്. സമ്പാദ്യമോ വീടോ ഒന്നും ഒക്കെ എന്തപ്പോൾ പറയുക, അതിനൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ജീവനായിട്ടൊരു ശരീരം മാത്രം അവിടെ ഉണ്ട്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ട സാധനങ്ങളോ വീടൊക്കെ നഷ്ടപ്പെട്ടോ കേട്ടോ. പക്ഷേ എത്ര ജീവനുകൾ, ചെറിയ കുരുന്ന്, അതും ചില കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അവരെ അച്ഛനും അമ്മയോ കൂടപ്പിറപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ശരിക്കും നമ്മളാണെങ്കിൽ ആ അവസ്ഥയിൽ നമുക്ക് തോന്നും, നമ്മളെ കൂടപ്പിറപ്പുകളും വീട്ടുകാരും എല്ലാവരും നഷ്ടപ്പെട്ട പിന്നെ നമ്മളെ മാത്രമായിട്ട് എന്തിനാ, നമ്മളും ഒരു മരിച്ചതിന് തുല്യമാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത് കാണുമ്പോൾ അത്രയും വേദനയാണ് കേട്ടോ. നമ്മളെ സ്വന്തക്കാരും ബന്ധക്കാരും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതിലപ്പുറമാണ്. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് പടച്ചോൻ ക്ഷമ കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. മരിച്ചു പോയവർ എല്ലാവരെയും ഖബർ വിശാലമാക്കി കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ അവരെ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടിട്ട് ഇത്രയും ദിവസം നമ്മൾ അതൊക്കെയായിരുന്നു. അതുപോലെ തന്നെയാണ് മിസ്സിങ് ആയ അർജുൻ. ആ ഒരു സഹോദരനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ലോകമെമ്പാടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയിലൊക്കെ ആ സഹോദരനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, വേറെ ഒന്നുമില്ല. കാരണം ന്യൂസിലാണെങ്കിലും എന്തിലാണ് കേവലം 1 വർഷം, കൂടിപ്പോയ 1-2 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂസ് മാത്രമായിരിക്കും. ആ ന്യൂസ് വന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പുറകെയായ ആൾക്കാർ അങ്ങനെ ഓരോരോ ന്യൂസ് മാറുന്നതിനനുസരിച്ച് എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ന്യൂസ് എന്ന് മാത്രമല്ല, നമ്മളായാലും പതുക്കെ അതൊക്കെ മറന്നു തുടങ്ങും. പിന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് വരുമ്പോൾ പിന്നെ അതിൻ്റെ പുറകെ ആയിരിക്കും. പക്ഷേ അതുപോലെ അവരെ വീട്ടുകാർക്കാണ് അതിൻ്റെ തീരാ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും അവരെ വീട്ടുകാർക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ളൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആ സഹോദരനെ തിരിച്ച് കിട്ടാൻ തന്നെ, അവർക്ക് ജീവനോടെ തന്നെ ആ സഹോദരനെ തിരിച്ച് കിട്ടാൻ വേണ്ടി തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് പണം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നും സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം. അതുപോലെ കാണാതായ ഒരുപാട് പേരുണ്ട്. ഓരോ കുടുംബത്തിലും 10, 12, 11 പേര് മിസ്സിങ് ആണ്. ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. അവരൊക്കെ ജീവനോടെ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുക. കാരണം അവർ വീട്ടുകാർ അത്രയും കാത്തിരിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അച്ഛനമ്മമാർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, സഹോദരന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെ ജീവനോടെ തന്നെ തിരിച്ചു കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങൾ താമസിക്കുന്നവരാണ്, പുഴയുടെ തീരത്തോ നമ്മൾ മലയുടെ അവിടെ തീരത്ത് അങ്ങനത്തെ മേഖലകളൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ
അവിടെ നിന്ന് മാറി നിൽക്കുക. ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും ക്യാമ്പുകളൊക്കെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടൊന്നും കണക്കിലെടുക്കാതെ നിങ്ങളൊക്കെ അവിടെ അങ്ങനെയുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ടൊക്കെ നിൽക്കുക. കാരണം നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്. നമ്മുടെ സ്വത്തും മുതലും വീടൊക്കെ നഷ്ടപ്പെട്ടാലും ജീവൻ നഷ്ടപ്പെട്ട സ്വത്തും മുതലും പണമൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അതൊക്കെ അധ്വാനിച്ചാലും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് എത്ര വില കൊടുത്താലും എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇപ്പം നമ്മൾ നഷ്ടപ്പെട്ടവർക്ക് തന്നെ ഇപ്പോൾ ഇതിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവർക്ക് തന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ സംഭാവന ചെയ്യുന്നുണ്ട്. നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ ഉപരി ഒരുപാട് പേര് ലക്ഷങ്ങളും ഒക്കെ ആയിട്ട് സംഭാവന ചെയ്യുന്നുണ്ട്. ഇതൊന്നും അവർക്ക് മരിച്ചവർക്ക് തുല്യമാവില്ല എന്നറിയാം. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും ആയാൽ അത് അത്രയായി. അവർക്ക് ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നുമില്ലാതെ നിൽക്കുന്നവരാണ്. നമ്മൾ പറയില്ല ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്നവരെന്നല്ല, അതുപോലെ നിൽക്കുന്നവരാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സഹായമായിരിക്കും അത്. മരിച്ചവരെ ഓർത്തിട്ട് സങ്കടം ഉണ്ടെങ്കിൽ കൂടി അവരെ ഓർത്തിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്ക് മുന്നോട്ട് പോകണ്ടേ. അപ്പം അതിനുള്ളൊരു സഹായമാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. എല്ലാവരും കഴിയുന്ന പോലെ നിങ്ങൾക്ക് 10 രൂപയാണെങ്കിൽ പോലും അവരെ സഹായിക്കുക. നമ്മൾ ഇതൊരു ന്യൂസ് കഴിഞ്ഞ് എന്താണ് പെട്ടെന്നൊന്നും അവരെ മറക്കാതിരിക്കുക. ഈ കഴിയുന്ന പോലെ എപ്പോഴും ഇത് കഴിഞ്ഞാലും ഈ ഒരു സംഭവം ഇപ്പം കഴിഞ്ഞു, ഇനി ഏത് കാലത്തും നമ്മൾ അവരെ ഓർക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര വിഷമമുണ്ട് നമുക്ക് ആ ന്യൂസ് കേട്ടപ്പോൾ തന്നെ. ഇപ്പോഴൊന്നും നമുക്ക് യൂട്യൂബ് തുറക്കാൻ കഴിഞ്ഞില്ല, വെറും ആ ന്യൂസുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സഹായിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാറില്ല. ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇതന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ മേലെ ഉണ്ട് ഈ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഇഷ്ടപ്പെടാൻ മാത്രമൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു രീതി അങ്ങനെ കണക്കിലെടുത്തിട്ട് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ കൂടുതലായിട്ടുള്ള അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ സാധാരണക്കാരെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് അതന്നെ. ഫുള്ളായിട്ടുള്ളൊരു ഡേ ഒന്നുമില്ല, ഒരു ഹാഫ് ഡേ കുറച്ച് അതന്നെ ഒരുപാട് ലെങ്ത്തായിട്ട് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വെട്ടി ചുരുക്കി, കുറേയൊക്കെ ഞാൻ സ്പീഡ് കൂട്ടി, എന്നിട്ടും ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കേട്ടോ. പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടടുപ്പത്തിൻ്റെ കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇടുന്നില്ല, കാരണം കടലക്കറി ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ല, എല്ലാവരും നാട്ടിലും. പിന്നെ എല്ലാവരും പല പല ടൈപ്പാണെന്ന് മാത്രം ഉണ്ടാക്കുന്ന രീതിയിലും നമ്മൾ സ്പൈസസ് ചേർക്കുന്ന രീതിയിലും കുക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം. കറികളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ്. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് കറി വെക്കില്ല. അതായത് ലാസ്റ്റ് കടുകിട്ട് പൊട്ടിക്കണ മുമ്പൊക്കെ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യും, കാരണം അത് നമുക്കൊരു ഇരട്ടിപ്പണി പോലെ എനിക്ക് തോന്നുന്നു. ഇതാകുമ്പോൾ ഒക്കെ വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് സംഭവം സെറ്റാവും. പിന്നെ നമ്മളതിൻ്റെ പുറമെ കടുകിട്ട് പൊട്ടിക്കാൻ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കാതെ നമ്മൾ അടുത്ത എന്താണ് ചെയ്യാനുള്ളത് അതും കൂടി ചെയ്യാതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഇതുപോലെ ദോശ ചുടുകയാണെങ്കിൽ അപ്പുറത്ത് നമ്മൾ തിരുമ്പാനുള്ളത് വെള്ളത്തിലിടുക, അങ്ങനെ അല്ലെങ്കിൽ അടിച്ചു വാരുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ജോലികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലിഭാരം അത്രയധികം കുറയിട്ട. പിന്നെ നമ്മുടെ പെട്ടെന്ന് കഴിയാനും നല്ലതാണ് കേട്ടോ. ഈ ടിപ്പ് നിങ്ങളൊക്കെ യൂസ് ചെയ്യട്ടെ. ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾക്ക് അറിയാവുന്ന ടൈം കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടാന്ന്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയല്ല, പറഞ്ഞു തരികയല്ല. ഞാൻ ചെയ്യുന്ന ഒരു രീതി നിങ്ങളെയും കൂടി പറഞ്ഞു തന്നുള്ളൂ. ഇനി അഥവാ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എത്ര നേരത്തെ കഴിക്കാൻ പറ്റും അത്രയും നേരത്തെ നമുക്ക് വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ചിരിക്കുന്നതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതുപോലെ ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കാൻ കഴിയട്ടെ.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കാരണം നമ്മളൊരാളെയും നിർബന്ധിച്ച് നമ്മളെ വീഡിയോ കാണണം അങ്ങനെ ആക്കണം എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടേ പറ്റൂ. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടാം. അത് നമ്മളായാലും അങ്ങനെ തന്നെയല്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോസല്ലേ നമ്മൾ കാണുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മൾ ലൈക്ക് കൊടുക്കുള്ളൂ. നമുക്ക് കണ്ടിട്ട് ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മൾ കൊടുക്കുക. അവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ, അവരെയല്ലേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ കസിൻസിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഈ ഒരു ചെറിയ ഫാമിലി ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ഒരു 5K അടുത്ത് എത്താനായി തുടങ്ങി. അപ്പോൾ നിങ്ങളാണ് ഈ ഇറച്ചിയൊക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും. അത് എന്തിനാണ് ഏതിനാണെന്നൊക്കെ. ഇപ്പം നമ്മളൊരു ഉദാഹരണം, നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തിന്നാൻ തരുന്നില്ല. അതല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഹസ്ബൻഡിന് നോക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ, അങ്ങനെയാണോ ഒരുപാട് വിമർശനങ്ങൾ വരും. പക്ഷെ നമ്മൾ ആ വിമർശനങ്ങളൊന്നും നമ്മൾ വകവെക്കേണ്ട ആവശ്യമില്ല. കാരണം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ അവരെ വായടപ്പിക്കാൻ നമ്മളെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. അപ്പം നമുക്ക് എന്താണ് ഇഷ്ടം അത് നമ്മൾ ചെയ്യുക. അത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്. അത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുക, ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുക. നമ്മൾ പറയും ഷുഗറാണ് പ്രഷറാണെന്നൊക്കെ വേണ്ടി ഒരുപാട് പേര് കഴിക്കാതിരിക്കും. കഴിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണതൊക്കെ, കൺട്രോൾ ചെയ്യാൻ തന്നെ വേണം. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കഴിച്ചിട്ടും അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ നമ്മൾ ജീവിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ പകുതി സമാധാനമാവട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളെക്കൊണ്ട് കഴിവ്. ചിലർക്ക് പാട്ട് പാടാനാവും കഴിവ്, ചിലർക്ക് എഴുതാനാവും കഴിവ്, ചിലർക്ക് അഭിനയിക്കാനാവും കഴിവ്. അങ്ങനെ പല കഴിവുകൾ. ഒരു കഴിവില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കഴിവുകൾ അവരുള്ളിലുണ്ടാവും. അവരുള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാത്തവരാണ് നമ്മളിൽ പലരും. അതൊക്കെ ഉള്ളിലായിട്ട് വെച്ചിട്ട് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരു വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക. അത് യൂട്യൂബ് തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ആയിക്കോട്ടെ, അതുപോലെ പഠിക്കലായിക്കോട്ടെ. ചിലപ്പോൾ ഒരുപാട് കുറച്ചൊക്കെ ഏജ് കൂടിയവരുണ്ടാവും. പക്ഷേ അവർക്ക് പഠിക്കുന്നത് അത്രയും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പഠിത്തത്തിനൊന്നും ഒരു വയസ്സും ഇതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും, നമ്മളെന്തായാലും നടത്തിയെടുക്കുന്നത്. അത് വയസ്സോ പ്രായമോ നമ്മുടെ ഫാമിലി അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് തന്നെ, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം വെച്ച് തന്നെ പറയും. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയവരുണ്ട്. അതുപോലെ ഒരു പുച്ഛത്തോടെ സംസാരിച്ചവരുണ്ട് കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയണ, പുച്ഛത്തോടെ സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ട്, അല്ലാത്തവരായിട്ടുണ്ട്. നമ്മൾ ഈ എന്താ പറയുക, അവർക്ക് എന്തോ ഒരു ഇതുപോലെ നമ്മളെക്കൊണ്ടൊന്നും പറ്റൂല, നിങ്ങൾ ചെയ്താലൊന്നും എവിടെ എത്തൂല, അങ്ങനെയൊക്കെ ഒരു ചിന്തിച്ചിട്ട് നമ്മളെക്കൊണ്ട് നമ്മളത്രയും ഡൗൺ ആക്കാൻ നോക്കുന്നു. അത്രയും നമ്മൾ ഡൗൺ ആവരുത്. നമ്മളെന്താ പറയുക, നമ്മുടെ ചിറകുകൾ അരിയാൻ അവരെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. നമ്മളെ തളർത്തിയിടാൻ അവരെ കൊണ്ട് പറ്റും. എന്താ പറയുക, നമ്മൾ പറന്നുയരുക, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ യൂട്യൂബിലൊന്നും നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലെ കാശിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. നമ്മളൊരു ജോലി ചെയ്താൽ നമ്മൾ കാശ് മേടിക്കില്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം എന്നല്ല. നമ്മളൊരു ജോലി നമ്മളൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നു, അത്ര നേരം നമ്മൾ ഓടിക്കണം. അതുപോലെ തന്നെ കണ്ടാൽ മതി. ഇത് ഞാനിപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരാൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാറില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത്, ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്ത്, ഒറ്റയ്ക്ക് വോയിസ് കൊടുത്ത് ഒക്കെ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യാനായാലും വീഡിയോ വെക്കാനായാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായാലും ഒക്കെ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടിനൊരു പ്രതിഫലമായിരിക്കും യൂട്യൂബ് ചിലപ്പോൾ നമുക്ക് തരുന്നത്. നമുക്ക് ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വേണ്ടി വന്നത്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്.
അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും, നമ്മളെ വീഡിയോ കണ്ടവരോടും. നമ്മൾ ഒരിക്കലും നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്കല്ല, പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോയും കൂടി കാണണം. ഒരുപാട് പേര് നമ്മളിപ്പോൾ ഒരാളോട് ചെന്ന് പറയാം എനിക്കിങ്ങനെ ഒരു ചാനലാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ ചിലപ്പോൾ അങ്ങനെ ഒരു ചാനലുണ്ടെന്ന് വെച്ചാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷെ അവരൊരിക്കലും നമ്മുടെ വീഡിയോസ് കാണണമെന്നില്ല, നമ്മൾ ഇടുന്നതൊന്നും അവർ കാണണമെന്നില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് മാത്രം. കാരണം നമ്മളെ വീഡിയോസ് അവർ കാണുകയും കൂടി ചെയ്താൽ മാത്രമേ നമുക്കതിലൊരു കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാതിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ട് ഒരു കാര്യം കേട്ടോ. കാരണം അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം, ഈ ചാനൽ വീഡിയോസൊക്കെ കണ്ടേക്കാം എന്ന് അവർ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് വേണം നമ്മുടെ ചാനൽ കാണാൻ കേട്ടോ. അപ്പോഴാണ് നമുക്കായാലും ഒരു ഇതുണ്ടാവുള്ളൂ, നമ്മുടെ ചാനലിലായാലും വ്യൂവേഴ്സ് കൂടുകയുള്ളൂ, വാച്ചിങ് അവേഴ്സ് കൂടുകയുള്ളൂ ഒക്കെ നമ്മുടെ ചാനൽ, എന്നാലേ ഒരു ഇതാവുള്ളൂ, ചാനലൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ ഉച്ചക്കുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. നമ്മൾ ക്യാബേജ് ഉപ്പേരി വെക്കാം, പിന്നെ മീൻ കറിയും മീൻ വറുത്തും. ഞാൻ പറഞ്ഞില്ലേ സാധാ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഇവിടെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. സാധാരണ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതേപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടുക, അതങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊന്നും അറിയില്ല. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അങ്ങനെ കാണാറുള്ളതാണ്. ഞാൻ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വീഡിയോസും കാണാറുണ്ട്, ലൈക്ക് ചെയ്യലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മളെക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരാളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, നമ്മളൊരാളെ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നേട്ടം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അല്ലാതെ നമ്മളെക്കൊണ്ട് ഒരാളെ സഹായിക്കാനുള്ള ഒരു ഇതോ ഒന്നും നമ്മളെക്കൊണ്ടില്ല. ഇൻഷാ അല്ലാഹ് പടച്ചോൻ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇത് തന്ന എന്തായാലും നമ്മളെല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് കഴിയുന്ന പോലെ നമ്മളെല്ലാവരും സഹായിക്കുക. നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർക്ക് ക്ഷമ കൊടുക്കാനും അവരെ ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് ഉള്ള എല്ലാ ഇതും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളുടെ നാട്ടിലിപ്പോൾ എങ്ങനെയാണ് മഴയുടെ അവസ്ഥ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. എപ്പോഴും നല്ല മഴ തന്നെയാണോ എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ നമ്മളെ വീഡിയോ എവിടെ ഇരുന്നിട്ട് കാണുന്നതെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാ കമൻറ്റിനും ഞാൻ വായിക്കാറുണ്ട്, എല്ലാ കമൻറ്റിനും മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും തിരിച്ചറിയുമ്പോൾ ഇന്ന ആളല്ലേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ റീസൺ തന്നെ അതാണ് കേട്ടോ. നമ്മളെ ആരെങ്കിലും നമ്മളൊരു കാശിന് വേണ്ടിയിട്ട് എന്നുള്ളതല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. കാശിന് വേണ്ടി നമ്മളെവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഇന്ന ആളല്ലേ എന്നിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളെ വന്നിട്ട് സംസാരിക്കുകയും നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുകയും നമ്മളെവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഒരു സ്ഥലത്ത് നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പെട്ടാൽ പോലും നമ്മൾ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയത് തന്നെയാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ. അല്ലാതെ കാശ് മോഹിച്ചിട്ടോ കാശ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും കാശിന് വേണ്ടിയിട്ട് അതൊക്കെ വെറുതെ പറയുകയാണ്. കാശിന് വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളെ വിചാരമല്ലേ. എനിക്കും നിങ്ങളെ പറ്റി എന്തൊക്കെ വിചാരിക്കാം, നിങ്ങൾക്ക് ഇന്നെ പറ്റി എന്തൊക്കെ വിചാരിക്കാം, അതൊന്നും നെവർ മൈൻഡ്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിൽ കിടക്കാം. ഞാൻ കാര്യത്തിൽ നിന്ന് ഒരുപാട് വഴുതി വീണു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പുട്ടും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി വെള്ളക്കടലയാണ് കേട്ടോ. വെള്ളക്കടലയാണ് മറ്റേ കടലിനെക്കാട്ടും ഒന്നും കൂടി ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറിയുടെ റെസിപ്പീസ് ഒന്നും കിട്ടില്ല. ആ റെസിപ്പി വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ചെയ്ത എല്ലാ റെസിപ്പീസും ഞാൻ ഇടട്ടെ. കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലിട്ടാൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വല്ലാതെ മോടി പിടിപ്പിച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിലാണ് ഉണ്ടാക്കട്ടെ. കാരണം നമ്മൾ പെട്ടെന്ന് പണി കഴിക്കാം. പിന്നെ അത് എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ഇതായിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ പറഞ്ഞത്. അത്യാവശ്യം ടേസ്റ്റ്, അത്യാവശ്യം വായി വെക്കാൻ കൊള്ളാവുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ആ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ റെസിപ്പിയായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മുടെ ആ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ പുട്ടുണ്ടാക്കലും കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു റാഹത്താണ്. നമ്മൾ എന്താണ് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് നമ്മളപ്പം ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം, ഒരു ഹാപ്പിനെസ്. അത്ര നേരമുള്ളതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരു റിലാക്സ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പണിക്ക് കിടന്നിട്ട് ഉച്ചക്കൊക്കെയുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് കടന്നു. അപ്പം മുമ്പാരത്ത് വന്ന് നോക്കുമ്പോൾ നല്ല ഇന്ന് നല്ല മൂടി കെട്ടിയ പോലെയല്ല. അപ്പം ഇന്നൊരു തെളിച്ചം കാണുന്നുണ്ട് കേട്ടോ, കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെയാണ്. അത് എത്ര നേരത്തിനാണെന്നൊന്നും അറിയില്ല, 5 മിനിറ്റ് നേരത്തിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കാറ്റും മൂടിപ്പിടുത്തൊക്കെ ആയിട്ട് അപ്പം മോൻക്ക് ഫുഡ് കൊടുക്കാൻ വന്നാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഷെയർ ചെയ്തിട്ട് തന്നെ കേട്ടോ എപ്പോഴും കഴിക്കുക. ഒരു പാത്രത്തിലെടുത്ത് ഞങ്ങൾ രണ്ടുപേരും, അതേ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. മക്കൾക്ക് എടുക്കുമ്പോൾ അവരും കൂടെ കഴിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം എന്താണ്, അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് രസമല്ലേ. നമ്മൾ മഴയൊക്കെ ഉള്ളപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ട് നമ്മളൊരു ചായ കുടിക്കുന്നതും മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സായിട്ട് കഴിക്കുന്നതൊക്കെ അതൊക്കെ രസമല്ലേ. അപ്പോൾ അങ്ങനെ പുറത്തിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനക്കും വാരി കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവും കേട്ടോ, കാരണം ഇത് ഒരുപാട് ലോങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ഞാൻ വിട്ട് ചുരുക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്തോളാം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ക്ലാരിറ്റിയുടെ പ്രശ്നമായിക്കോട്ടെ, സൗണ്ടിൻ്റെ പ്രശ്നമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പുതുതായിട്ട് ചെയ്യാനുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഒക്കെ അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്ത് വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നും കൂടി കമൻറ്റ് ചെയ്യാനായിട്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾക്ക് എന്ത് വീഡിയോ കാണാൻ താല്പര്യം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത് ചെയ്യാൻ പറയാറുണ്ട്, പക്ഷെ ആരും കമൻറ്റ് ചെയ്യാറില്ല കേട്ടോ. സത്യമാണ്, ആരും കമൻറ്റ് ചെയ്യലില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് ആ വീഡിയോസ് ചെയ്യാം. കാരണം നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് കണ്ടൻറ്റ്, ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞല്ലോ ഞാൻ, അത് തന്നെ നമ്മുടെ ഇന്നത്തെ ലൈഫ്. അപ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നും ഇതാക്കാനില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ, മാക്സിമം നോക്കും. എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ എന്തായാലും ചെയ്യും കേട്ടോ. അതുപോലെ നമുക്ക് Q&A ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 5K സബ്സ്ക്രൈബേഴ്സ് ആവാനായി നമുക്കൊരു Q&A ചെയ്യാം. അപ്പോൾ നമ്മളെപ്പറ്റി അറിയാനും നമ്മളെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ Q&A ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇടാക്കേണ്ടതെന്നൊക്കെ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ മാനിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം എന്നെ ഈ വളർത്തിയെടുത്തത് നിങ്ങളാണ്. എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും നിങ്ങളിൽ ഒരാളാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിലായാലും എന്തായാലും നിങ്ങൾ ഓരോരുത്തരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഓരോരുത്തർ നിങ്ങളായിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു ഇതും കൂടി നമ്മൾ കണക്കിലെടുക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പം എന്താ പിന്നെ ഇപ്പോൾ ഉച്ചക്കത്തെ ക്യാബേജ് ഉപ്പേരി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ക്യാബേജ് അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടു. പിന്നെ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വെള്ളത്തിൽ നിന്ന് എടുത്തൊന്ന് ഊറ്റി വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് അറിയാത്തതല്ലല്ലോ ഉപ്പേരി വെക്കുന്നതെന്ന്. അതുകൊണ്ട് പിന്നെ അതൊന്നും ഡീറ്റെയിലായിട്ട് അങ്ങനെ പറയുന്നതും കാണിക്കുന്നൊന്നുമില്ല. ജസ്റ്റൊക്കെ ഒന്നിങ്ങനെ ഓടിച്ച് കാണിച്ചു പോകുന്നു. ആദ്യം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ എന്ന്. ഇതൊരു കുക്കിംഗ് ചാനലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയ കുക്കിങ്ങൊന്നും അറിയില്ല. നമ്മൾ ജീവിക്കാനുള്ള വക ഉണ്ടാക്കി പോകണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വെറൈറ്റി ഡിഷും കാര്യങ്ങളും അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടാണ്. പിന്നെ അതന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചില്ലറ തട്ടിക്കോട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും ഒക്കെ അങ്ങനെ സാധാരണക്കാർ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി പോകണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടും കാര്യമില്ല.
അപ്പോൾ അതും വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ചാനൽ തുടങ്ങി. എല്ലാവിധ എന്താണ് ചമ്പും ചമ്മറും ഇടാമെന്ന് വിചാരിച്ചിട്ട്, ചപ്പും ചമ്മലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. നമ്മളെവിടേക്കെങ്കിലും പോണതായാലും വീട്ടിലത്തെ വിശേഷങ്ങളായാലും ഇനി എന്തെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസായാലും അങ്ങനത്തെ എല്ലാ ഇതും ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങി വെച്ചതാണ്. അല്ലാതെ മെയിനായിട്ടൊരു സബ്ജക്റ്റ് തുടങ്ങാനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ മേക്കപ്പിൻ്റെ ഒക്കെ അത്യാവശ്യം അറിയാം. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടല്ല കേട്ടോ, ചെറിയ രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അതറിയാമെന്ന് മാത്രം. അല്ലാതെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ചെറിയ രീതിയിലൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ മുഖത്ത് തന്നെയാണ് കേട്ടോ ചെയ്ത് പഠിക്കണത്. അല്ലാതെ ആരും എൻ്റെ മുന്നിൽ നിന്ന് തരലൊന്നുമില്ല ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ള ശീലമില്ല. ഞാൻ എന്നെ തന്നെയാണ് മേക്കപ്പ് ചെയ്ത് പഠിക്കൽ. പിന്നെ ഇപ്പം എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ചൊന്നൊരു വെയിൽ പോലെ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇട്ടതാണ്. അത് വെറുതെയാണ് കേട്ടോ. നമ്മളൊന്ന് പുറത്തേക്ക് ഇട്ടിട്ടൊന്ന് അകത്ത് കയറിയിട്ട് എന്തെങ്കിലും ഒരു പണി നിന്ന് നോക്കുക, അപ്പം പെയ്യും മഴ പെയ്തിട്ടില്ലെങ്കിലും ആ കാറങ്ങോട്ട് വന്നാണ്ട് മൂടി പിടിക്കും. അപ്പം തന്നെ നമ്മൾ ഇറങ്ങി ഓടുക എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തേക്ക് ഇടുന്നത് വെറുതെയാണ്. നമ്മളൊരു പണി ചെയ്യാൻ സമ്മതിക്കില്ല മഴ. ഒന്ന് കാറ് വരും പോവും. അപ്പോൾ നമുക്ക് പേടിയോണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുറത്തിടാതിരിക്കുന്നതാണ് ബുദ്ധി. പക്ഷെ ഞാൻ ഇട്ടെന്ന് മാത്രം. അപ്പോൾ മനസ്സിലായല്ലോ അപ്പം എങ്ങനെയാണെന്ന്. പിന്നെ അപ്പത്തിന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒറ്റയ്ക്കുള്ള ദിവസം നമ്മൾ ഡെയിലി തുടക്കാറില്ല കേട്ടോ. പിന്നെ ഇക്കാൻ്റെ വൈഫും അങ്ങനെ ഞങ്ങളവിടെ മൂത്തച്ചി ഇളയച്ചി അങ്ങനെയൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താണ് അതിന് ഏട്ടൻ്റെ ഭാര്യമാർക്കും അനിയൻ്റെ ഭാര്യമാർക്കും അങ്ങനെയൊക്കെ എന്തൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഞങ്ങളവിടെ മൂത്തച്ചികൾ ഇളയച്ചികൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ ഡെയിലി തുടക്കാറില്ല കേട്ടോ. പിന്നെ അങ്ങനെ കച്ചറാവുമൊന്നുമില്ല കേട്ടോ. ഒരാളല്ലേ ഉള്ളൂ, മോൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ സ്കൂളിലെ ദിവസമാണെങ്കിൽ പിന്നെ അത്രയും കച്ചറ ഉണ്ടാവില്ല. രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരത്തല്ലേ വരിക. സ്കൂളുള്ള ദിവസമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ, അല്ല സ്കൂളില്ലാത്ത ദിവസമാണ് എന്തൊക്കെ വിളി പറയുന്നത്. സ്കൂളില്ലാത്ത ദിവസമാണ് പിന്നെയും കുറച്ചൊക്കെ ഒരു കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടുണ്ട്. പറയുമ്പോൾ ഒരു ചങ്കി പിടിക്കണ പോലെ പറയണത് ഒറ്റ ശ്വാസത്തിലാണ്. ഞാൻ ചില വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കലുണ്ട്, എങ്ങനെയാണ് ഇവർ ഈ പറയണത് എന്ന്. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ പറയാൻ. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഷോർട്സൊക്കെ ചെയ്യുമ്പോഴേ വോയിസ് കൊടുക്കുമ്പോൾ ഒരൊറ്റ ശ്വാസം വിടാതെ പറയാമെന്ന്. ഞാൻ എത്രയോ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരു കല്യാണി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണോ എൻ്റെ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചേച്ചിന്ന് ഇപ്പോൾ പറയുന്നത് അവരെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ശ്വാസം വിടാതെ ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. എങ്ങനെ പറയണത് നിനക്ക് എത്ര നോക്കിയാലും പിടിയും. എനിക്ക് 2 വർത്താനം പറയുമ്പോഴത്തേനും ശ്വാസം മുട്ടും കേട്ടോ. അപ്പം ഞാൻ അവിടെ നിർത്തും. പിന്നെ അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിൽ പിന്നെ അപ്പോൾ പിന്നെന്താണ് അങ്ങനത്തെ ഒക്കെ ഓരോരോ വർത്താനങ്ങൾ വരുന്നത് കേട്ടോ. ശ്വാസം വിട്ട് പറയുന്നത് കൊണ്ടാണ്. അത് അങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് മുമ്പൊരു കമൻറ്റ് വന്നിരുന്നു, കുറേ മുമ്പ് ഇട്ട. അത് ഞാൻ നാളൊരു വീഡിയോസിൽ പറയുകയും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയല്ല. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്നൊക്കെ എപ്പോഴും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ശീലമായിപ്പോയി. നമ്മളിങ്ങനെ നോൺ സ്റ്റോപ്പില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഒരു പിന്നെ അപ്പോൾ എന്നൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ രസമുള്ളത്? ഇങ്ങനെ കാര്യം മാത്രം പറഞ്ഞിരുന്നാൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമല്ലാതെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയണതാണ് കേട്ടോ. വേറെ ഇപ്പം എന്താ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം എല്ലാ പണികളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിക്കലും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ കണ്ടില്ല ഞങ്ങൾ അവിടുത്തെ കാട്ടിക്കൂട്ടൽ ബെഡ് അങ്ങണ്ടും തലക്കാണി കണ്ടും ഒക്കെ തല കുത്തി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വെറുതെ വിരിച്ചിടുന്നത്. ഇപ്പോൾ ചെക്കൻ വന്ന് കയറിയാൽ അപ്പം അതൊക്കെ തല കുത്തി മറിയും. അപ്പോൾ ഒന്ന്
ഒരു ഭംഗിക്ക് വേണ്ടി കിടന്നോട്ടെ വെച്ചിട്ടൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഉച്ചയ്ക്ക് എടുക്കാൻ പോകുമ്പോഴത്തേന് അത് തലകുത്തനെ ആക്കും. അപ്പോൾ ഇതന്നെയാണ് ഒരു ജോലി കേട്ടോ. അപ്പം ഞാൻ കൂടുതലും വിചാരിക്കുക എന്താ അവിടെ കിടക്കട്ടെ, രാത്രി ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മടക്കി വെക്കുക. പിന്നെ രാവിലെ മടക്കി വെച്ചാൽ പിന്നെ ഞാൻ ഒതുക്കി വെക്കൊന്നുമില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ഒതുക്കി വെക്കുക. കാരണം പിന്നെ വൈകുന്നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി കിടന്നാൽ ഇതേ അവസ്ഥയല്ലേ. അപ്പോൾ ഇതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ മടക്കി വെക്കാൻ. പക്ഷെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കട്ടുമ്മ കയറി കുത്തി മറിഞ്ഞ് കളിക്കുക. അങ്ങനെ ഏതോ ഒരു വീഡിയോ ഇർഫാന ഷംസീർ എന്നുള്ള ഏതൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിങ്ങനെ ആ താത്ത പറയുന്നുണ്ട് ഇങ്ങനെ മക്കളിങ്ങനെയൊക്കെ കട്ടുമ്മ കയറി കുത്തി മറിഞ്ഞ് കളിക്കുന്ന സ്വഭാവം ഇല്ലാതുകൊണ്ട് നീറ്റായിട്ട് കിടക്കും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ മക്കളാണെങ്കിൽ അൽഹംദുലില്ലാ, അങ്ങനത്തെ മക്കളാണെങ്കിൽ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച പോലെ കിടക്കും, പുതപ്പും ഒക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനത്തെ മക്കളല്ലാത്തതുകൊണ്ട് ഇതാ ഇങ്ങനെ 10 പ്രാവശ്യം മടക്കി വെക്കേണ്ട ഒരു പണിയാണ് നമുക്ക്. അപ്പം നിങ്ങളെ വീട്ടിലത്തെ ചോട്ടാസൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലത്തെ കുരുത്തക്കേടാണോ അതോ സൈലൻ്റ് ആണോ? ചിലവരുണ്ടല്ലോ ഒരു മുക്കിലിരുത്തിയാൽ മുക്കിലിരിക്കുന്ന കുട്ടികൾ. എനിക്ക് അങ്ങനത്തെ കുട്ടികളായിരുന്നു ഇഷ്ടം. നല്ല നമ്മൾ പറഞ്ഞാൽ കേട്ടിട്ട് അവിടെ ഇരിക്കടാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, അതെടുക്കുക എന്ന് പറഞ്ഞാൽ അതെടുക്കും. അങ്ങനത്തെ ഒരു കുട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികളെ എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ അത് വെറുതെയാണ്. എല്ലാവരും പറയാം അങ്ങനത്തെ കുട്ടികളെക്കാട്ടും രസം പോക്കിരുത്തരുള്ള കുട്ടികളാണെന്ന്. ശരിയാണ്. നമ്മുടെ മക്കളായാലും ചിലപ്പോൾ ഒരു പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ മൂലക്കായാലും മുണ്ടാതെ അങ്ങനെ ഇരുന്നാലും അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഒന്ന് വികൃതിയായിട്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ചറപറ സൗണ്ട് ഉണ്ടാക്കിയെന്ന് ഒക്കെ പോട്ടെ. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ്ങാണ്. കാരണം അവർ വരുന്നവരെ ആകെ മൂകാണ് കേട്ടോ നമ്മൾ. കാരണം വേറെ ഒന്നുമില്ല, വേറെ ടൈം പാസിനൊന്നുമില്ല. അവരെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു ശാന്തമായിട്ട് ഒരു ഇതില്ലല്ലോ. അപ്പോൾ അവർ സ്കൂളിട്ട് വരുമ്പോൾ അത്രയും നേരം ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. സ്കൂളിട്ട് വന്നാൽ അപ്പം നമുക്ക് സ്കൂളിട്ട് വന്നാൽ തോന്നും ഇപ്പം തന്നെ സ്കൂളിട്ട് വരേണ്ടിയിരുന്നില്ല എന്ന്, വികൃതി കണ്ടാൽ തോന്നും. അതൊക്കെ നമുക്ക് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ നമുക്ക് തോന്നുന്നതാണ് കേട്ടോ. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ വിടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് വന്നു. അപ്പോൾ മീൻ കുറച്ച് നേരത്തെ കായം തേച്ച് വെച്ചിരുന്നു. കായം തേക്കുക എന്ന് പറഞ്ഞാൽ മസാല തേച്ച് വെച്ചിരുന്നു. പലയിടത്തും പല രീതിയല്ലേ പറയുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കായം തേച്ചു, അങ്ങനെ മസാല തേച്ചു അങ്ങനെയൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയാന്ന് പറയും നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ച് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഇതാ പുറത്ത് നോക്കിയപ്പോൾ നല്ല കാറ്റ് കേട്ടോ, നല്ല അടിപൊളി കാറ്റ് കേട്ടോ. അടിപൊളി കാറ്റൊന്നും, കാറ്റ് വരുമ്പോൾ പേടിയാട്ടോ. പല സ്ഥലങ്ങളിലത്തെ സംഭവങ്ങൾ നമുക്ക് എന്താണ് മഴ എന്ന് പറയുമ്പോൾ രസവും ഇതൊക്കെ ആവും. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ മഴ കാണുമ്പോൾ തന്നെ നെഞ്ചിൽ തീയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ബൈ.